നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് ED. എക്സാലോജിക് അടക്കമുള്ള കമ്പനികൾക്ക് വൈകാതെ തന്നെ നോട്ടീസ് അയക്കും എന്നാണ് വിവരം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഇത്തരം ഒരു നടപടി എങ്ങനെ വിശദീകരിക്കപ്പെടും എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. EDയുടെ നടപടി ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്നാണ് പൊതുവേദി ഉന്നയിക്കുന്ന ചോദ്യം. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങളുമായി പ്രതികരിക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്തു തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വന്നതാണോ ED, അതോ ഈ മാസപ്പടി കിട്ടിയ സാഹചര്യത്തിൽ സ്വാഭാവിക നടപടിക്രമമാണോ നടക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. അപ്പോ മാസപ്പടിക്ക് വന്നത് വേറെ, ED എപ്പോഴും ഇവിടെ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പൊ ഇലക്ഷനല്ലേ, അപ്പൊ ഇലക്ഷൻ ആയിട്ട് ഉണ്ടാക്കും. അതാണ് അതിന്റെ ഇത്. അല്ലാതെ വിജയിച്ച കാര്യത്തിലൊന്നുമില്ല. എന്തുണ്ടാക്കിയാലും ശരി, ഇവിടെ നല്ല കുറച്ച് ഒരു ഭൂരിപക്ഷത്തില് ഒരു 10-12 സീറ്റോട് കൂടി ഇടതുപക്ഷം വരും എന്നുള്ളതാണ് അഭിപ്രായം. എന്ത് ED ഉണ്ടാക്കിയാലും വേണ്ടില്ല. താങ്കളുടെ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ പറഞ്ഞാൽ കാരണം എന്ന് വെച്ചാല് ഇവിടെ ഇതിനൊരു മാറ്റം കാണുന്ന ലക്ഷണമാണ് കാണുന്നത്. ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. സ്വാഭാവികം. ഏതായാലും നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. ലക്ഷണം കാണുന്നുണ്ട് സാറേ. കാണുന്നുണ്ട്. ശരി, ഓക്കെ. ദാസൻ എന്നൊരു പ്രേക്ഷകൻ കൂടി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ദാസൻ, എന്താണ് ഈ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഒരു തിടുക്കം EDക്ക് എന്ന് സംശയിക്കുന്നവരുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് സ്വാഭാവിക നടപടിയാണ് എന്ന് വാദിക്കുന്നവരും ഉണ്ട്. ദാസൻ ആർക്കൊപ്പം നിൽക്കും? ഇതിലിപ്പോ സ്വാഭാവിക നടപടിയാണെന്ന് പറയാൻ പറ്റൂല. കുറച്ച് രാഷ്ട്രീയമുണ്ട്. എന്നാലും സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ട് കുറ്റക്കാരെ കണ്ടെത്തട്ടെ. കാരണം ഇതില് ശരിക്കും തട്ടിപ്പ് നന്നായി നടന്നിട്ടുണ്ട്. ഏതാണ്ട് 140 കോടി ഉറുപ്പിക. അത് നമ്മുടെ CPM-നും പിണറായി വിജയനും മോളെ മാത്രം പറയുന്നില്ല. ഇതില് BJP നേതാക്കന്മാരുടെ പേര് പുറത്തു വന്നിട്ടില്ല. ഇവരെല്ലാ ആൾക്കാരും കണക്കാണ്. എല്ലാവരും ആവശ്യത്തിന് എല്ലാവരും വാങ്ങിയിട്ടുണ്ട്. സത്യസന്ധമായിട്ട് ഇവരെ പുറത്തു കൊണ്ടുവര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ആജീവനാന്ത വിലക്ക് കൽപ്പിക്കണം. കാരണം ഇവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല. ഇവരൊക്കെ നമ്മളെ ഭരിക്കേണ്ട ആൾക്കാരല്ല നാളെ. ഇവര് കൃത്യമായിട്ട് അന്വേഷിക്കേ കുറ്റക്കാരാന്ന് കണ്ടാൽ. പിന്നെ നമ്മൾ രാഷ്ട്രീയ ഈ ഇലക്ഷൻ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇലക്ഷൻ ഇപ്പൊ ഇന്ത്യയിലെ എപ്പോഴും ഇലക്ഷൻ തന്നെയല്ലേ. എപ്പോഴും ഏത് സമയത്ത് ഇലക്ഷൻ നടത്തും. ഇടയ്ക്ക് ഒരു വലിയ ഇലക്ഷൻ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇലക്ഷൻ നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് കുറ്റവാളികളെ ശിക്ഷിക്കാനും പരിശോധിക്കാൻ പറ്റില്ല. വ്യക്തമാണ്. ഏതായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്നോടൊപ്പം വടകരയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബാലകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണോ EDക്ക് ആവേശം? നമസ്കാരം സാർ. നമസ്കാരം. ഇത് 2024 ഇലക്ഷൻ ആണ്. 2025 ഇലക്ഷൻ വരും, 2026 ഇലക്ഷൻ വരും അല്ലേ സാർ? വരും. അപ്പോ ഇലക്ഷൻ ഇല്ലാത്ത സമയത്ത് കേസ് അന്വേഷിക്കണമെന്ന് പറയുന്നതാണോ പ്രതിപക്ഷത്തിന്റെ നിലപാട്? അല്ല, കേസ് അന്വേഷിക്കണമെന്നല്ല, അതിനെ പെട്ടെന്ന് ധൃതി പിടിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ആ ഇത് സമയത്ത് പെട്ടെന്ന് എടുത്ത കേസല്ല സാർ. ഇത് വൈകിപ്പോയതാ. ഇത് ഇപ്പം വെച്ചത് എന്നെ സംബന്ധിച്ച് ഞാനും പറയുന്നത്. ഇത്രയും വൈകാൻ എന്താ കാരണം? കേരളത്തിലെ KPCC പ്രസിഡന്റ് ഈ കേസ് വന്നാൽ അല്ലെ KPCC നേതൃത്വം എന്ത് പറയും? വേട്ടയാടലാണോ എന്ന് പറയണം. എവിടെയാണ് ഇരട്ടത്താപ്പ് അന്നേരം മനസ്സിലാവും. അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പൊ ഡൽഹി മദ്യനയ കേസായാലും ഇതൊക്കെ കുറെ കാലമായി ഉണ്ട്. ചില ആളുകൾ നേരത്തെ തന്നെ ജയിലിലാണ്. പെട്ടെന്ന് ഇപ്പൊ അതിന് പെട്ടെന്നൊരു നടപടികൾ വരുന്നതായി തോന്നുന്നില്ലേ ശ്രീ ബാലകൃഷ്ണൻ? അതെങ്ങനെയാ സാർ? സാറിനറിയാവോ, ഡൽഹിയിൽ എവിടെ നിൽക്കട്ടെ, ഇവിടുത്തെ നമ്മുടെ തോമസ് ഐസക് സാറിന് 7 പ്രാവശ്യം സമൻസ് അയച്ചു ED. മൂക്കി കയറ്റിക്കേളിയോന്ന് അദ്ദേഹം ചോദിക്കുന്നത് നേരത്തെ ചോദിക്കുന്നത് നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ അരവിന്ദ് കെജ്രിവാളിന് 9 പ്രാവശ്യം അയച്ചിട്ടുണ്ട് സമൻസ്. അപ്പൊ കോടതി അധികരിക്കുന്ന അപ്പൊ ഇവിടുത്തെ നിയമം അവർക്ക് കയ്യിലെടുക്കാനാ? ഭരണഘടന അവർക്ക് വിരുദ്ധമല്ലേ? അപ്പൊ ഇതൊന്നും തലയിൽ ആള് പാർപ്പില്ലാത്ത സർക്കാരല്ല രാജ്യം ഭരിക്കുന്നത്. അവർ ഇതിലൊന്നും ഇടപെടുകയില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രത്യേകിച്ചും ഇടപെടുകയില്ല. കാരണം ഇവരെ പോലെ ബുദ്ധിയില്ലാത്ത ആളൊന്നും അല്ല ഭാരതീയ ജനതാ പാർട്ടിയെ നയിക്കുന്നത്. അവർക്കറിയാം. അന്വേഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ അന്വേഷണം എവിടെയെങ്കിലും എത്തുമോ എന്നൊരു സംശയം അല്ലാതെ ബാക്കിയാകുന്നുണ്ട്. എത്തും സാർ, അതെപ്പോഴും പറയുന്നതല്ലേ, അന്വേഷണം എത്തും. കാരണം എന്താണെന്നറിയോ, ഇവർക്ക് ഇന്ത്യയിലെ NDA നയിക്കുന്ന നേതാക്കന്മാർ ബുദ്ധിയുള്ളവരാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്കറിയാം ഇത് എതിരായിട്ട് വന്നാൽ വോട്ട് ഉണ്ടാവില്ല എന്നുള്ള NDA നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് ഇതിൽ കയമ്പുണ്ട് എന്നുള്ള 100% കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ
ആരെങ്കിലും ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ജയിലിൽ പോയതായി ഉണ്ടോ? നമ്മളിപ്പോ പോയല്ലോ സർ, ശിക്ഷ വിധിച്ചിട്ട് 10 വർഷമല്ലേ ആയിട്ടുള്ളൂ എൻഡിഎ വന്നിട്ട്, ഇപ്പൊ പോക്ക് തുടങ്ങിയല്ലോ. ഏതായാലും വളരെ സുപ്രധാനമായ കേസുകൾ ഉണ്ട് ഇ ഡിയുടെ കയ്യിൽ. നാഷണൽ ഹെറാൾഡ് കേസുണ്ട്, അതുപോലെ ഹെറാൾഡ് കേസിന് അത് BJP ചെയ്ത കേസാണോ? 2013 എന്റെ ഓർമ്മ ശരിയാണ്, 2013 ഉള്ള കേസാണത് അല്ലേ സർ? അതെ അതെ. അതെങ്ങനെയാണ് എൻഡിഎ മുന്നണിയിൽ അല്ല, ഞാൻ മുന്നണിയിൽ വരികയല്ല, ഞാൻ ചോദിക്കുന്നത് 2013 സുബ്രഹ്മണ്യൻ സ്വാമിയാണ് അതിന്റെ പരാതിക്കാരനൊക്കെയായി വരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഈ ജാമ്യം മാത്രമേ ഉള്ളൂ. ഒരു കേസ് അന്വേഷിക്കാനും അതിന്റെ വിചാരണയ്ക്കും 10 കൊല്ലമെടുത്താൽ പിന്നെ നമ്മുടെ ജീവിതകാലത്ത് ഇതിന്റെ വിധി വരുമെന്ന് കരുതാനുണ്ടോ ശ്രീ? അതെ അതെ, അത് അങ്ങയുടെ തെറ്റല്ല, ഞാൻ അത് അങ്ങനെ പറഞ്ഞതല്ല. ജുഡീഷ്യറിയോട് ചോദിക്കണം എന്തുകൊണ്ട് ഈ കേസ് കോടതിയോട് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരും, എന്തുകൊണ്ട് ഇത്രയും കാലതാമസം വെച്ച് നീട്ടിക്കൊണ്ടുവന്നത്? കോടതിക്ക് എന്താ തീരുമാനം എടുത്തൂടെ? അതെ, നമ്മൾ കുറെ കൂടി വേഗത കൂട്ടണം എന്ന കാര്യത്തിൽ ഏതായാലും തർക്കമില്ല. ഏതായാലും വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ആലത്തൂരിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, ശ്രീ മോഹൻദാസ്. ശ്രീ മോഹൻദാസിന് എന്ത് തോന്നുന്നു? ഈ അന്വേഷണമൊക്കെ പുകമറയാണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ട്. അങ്ങനെ പുകമറയാണോ? ഇത് സ്ഥിരമുള്ളൊരു പറച്ചിലുമാണ്. ഒരു ഏജൻസി അന്വേഷണം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആർക്കെതിരെ അന്വേഷണം നടക്കണോ അവരൊക്കെ കൂടി കൂട്ടായി ചേർന്നിട്ട് ഇത്തരത്തിലുള്ള പ്രചരണം ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നത്. എന്നിട്ട് ജനങ്ങളിൽ തെറ്റിദ്ധാരണകൾ അതിലുണ്ടാകും. അവരാണ് പുകമറ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു ഏജൻസി അന്വേഷിക്കട്ടെ. ഇപ്പൊ വൈകി അത് ചെയ്ത് എന്ത് ചെയ്തു നമ്മളിപ്പോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരന്വേഷിക്കട്ടെ. ഇപ്പൊ അതുപോലെ തന്നെ ഇത് SFI അന്വേഷിച്ച കേസാണ്. ഈ EDക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അവര് 447 ഇട്ടപ്പോ അവര് സ്റ്റെപ്പിങ് ചെയ്തു. ഇനി അതല്ല, ഇനി CBI കൂടി വരേണ്ടതാണ്. ശരിക്കും ഷോൺ അതാ പറയുന്നത്. അത് മിക്കവാറും CBI കൂടി വരുന്നില്ലേ. അപ്പോ ഇത് ഇടതുപക്ഷത്തിനെതിരെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയപ്രയോഗമായി, ബാക്കിയുള്ള ആഴ്ച മിണ്ടാണ്ടിരിക്കുകയും. ഇതിപ്പോ എന്താ ഇടതുപക്ഷത്തിനല്ലല്ലോ, ഇത് വീണാ വിജയനും CMR കൂടിയൊക്കെ ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അതിന് അതേപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനുള്ള സമയത്ത് ഇവരൊന്നും ഇങ്ങനെ കൂട്ടായിട്ടൊന്നും പ്രതിരോധിച്ചില്ലല്ലോ. അവർ ഒറ്റപ്പെട്ടു പോയില്ലേ? അവരൊറ്റയ്ക്കല്ലേ നേരിട്ടത്? ഇത് ആരൊക്കെ വന്ന് പറയാം, എന്തൊക്കെയാ പറയണം. ഇപ്പൊ നമ്മുടെ ധനകാര്യമന്ത്രിയായിരുന്നു മുമ്പ് തോമസ് ഐസക്, ഡോക്ടറേറ്റുള്ള ഒരാള്, അയാൾ മൂക്കി കയറ്റെന്ന് പറഞ്ഞാൽ എന്തൊരു അർത്ഥമാണത്? അപ്പൊ കേരളത്തിലുള്ള നമ്മുടെ വിജിലൻസും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആൾക്കാരും മൂക്കി കയറ്റെന്ന് പറഞ്ഞാല് അപ്പൊ നിയമത്തിന്റെ ഇത് എവിടേക്കാ പോകാൻ ഇപ്പോൾ? ഇവരാണ് ഈ സന്ദേശമാണോ നമുക്ക് തരുന്നത്? പാർലമെന്റിലേക്ക് പോകുന്ന ഒരാളായി പറയണേ. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജോർജ് എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നുണ്ട്. ശ്രീ ജോർജ്, എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത് ഹൈക്കോടതിന്റെ അവിടെ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോർജ് കേൾക്കാമോ? കേൾക്കാം. ഹൈക്കോടതിന്റെ അവിടെ നിന്നാണ് വിളിക്കുന്നത്, എറണാകുളത്ത് ഹൈക്കോടതി. ഹൈക്കോടതിന് സമീപത്ത് നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ കേസ് എങ്ങനെ പര്യവസാനിക്കും എന്നാണ് ശ്രീ ജോർജ് കരുതുന്നത്? എന്റെ ഇതില് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്തും ഇതേപോലെ തന്നെയാണ് വന്നത്. എല്ലാ കാര്യങ്ങളും ഇലക്ഷൻ സമയമാകുമ്പോൾ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ശ്രീ ജോർജ് അഭിഭാഷകനോ മറ്റോ ആണ്? ഞാൻ ഹൈക്കോടതിന്റെ അടുത്ത് നിന്ന് വിളിക്കുന്നു എന്ന്. ഹൈക്കോടതിന്റെ അടുത്ത് എന്റെ വീട് അടുത്തായതുകൊണ്ടാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്നാണ്. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ കാരണങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരും. ബിരിയാണി ചെമ്പ്, ഡോളർ കടത്ത്, ഇതൊക്കെ ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇലക്ഷൻ കഴിയുമ്പോൾ ഇതെല്ലാം പോകും. ഇലക്ഷൻ കഴിയുമ്പോൾ തീരുന്ന നടപടിയാണ് ശ്രീ ജോർജ്. എത്രയുള്ളൂ കാരണങ്ങളൊക്കെ. വ്യക്തമാണ്. രവിചന്ദ്രൻ പിള്ള എന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ രവിചന്ദ്രൻ പിള്ള അഞ്ചാലമൂട് നിന്നാണ് വിളിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇത് നമ്മളെ ഡൽഹി മുഖ്യമന്ത്രി ഉണ്ടല്ലേ, പുള്ളി അകത്താവുന്നതിന് മുമ്പേ കേരളത്തിലെ മുഖ്യമന്ത്രി അകത്താവണ്ടേ? കാരണം പുള്ളി അഴിമതി കാണിച്ചോന്ന് ഡൽഹിയിലെ ജനങ്ങള് 90% ആൾക്കാർക്ക് വിശ്വാസമില്ല. പക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രി കേറിയ അതിന്റെ പിറ്റേ മാസം തൊട്ട് മൊത്തം അഴിമതിയാ. സ്വർണ്ണക്കള്ളക്കടത്ത്, പിന്നെ അതേ കണക്ക് ഊരാളിംഗം എന്നും പറഞ്ഞൊരു സൊസൈറ്റി ഉണ്ട്. കേരളത്തിന്റെ സമ്പത്ത് മൊത്തവും ആ സൊസൈറ്റിക്ക് ഇരട്ടിക്കാണ് ആ സൊസൈറ്റിക്ക് വർക്ക് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം ED കേറാത്ത എന്താ? BJP CPM ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് ഒന്നും ആവത്തില്ല. കാരണം എന്താ അറിയോ, അറസ്റ്റ് ചെയ്യണമെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യണമായിരുന്നു. ഇവിടെ പക്ഷേ ഈ BJP, ശ്രീ രവീന്ദ്രൻ പിള്ള, BJPക്കാർ ചോദിക്കുന്നത് CPM-ഉം കോൺഗ്രസും തമ്മിൽ പരസ്യമായ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ കേരളത്തിന് പുറത്ത്. അവർ ഒരുമിച്ച് ഒരു മുന്നണിയാണ്. പിന്നെ ഇവരെ 100% ഇല്ലാത്ത കാര്യം. കാരണം കോൺഗ്രസിനെ ഭാരതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ BJP
ശപഥം എടുത്തിരിക്കുക. ഈ കഴിഞ്ഞ നിയമസഭ പക്ഷേ ഏതായാലും കേന്ദ്രത്തിൽ അവർ ഒരുമിച്ചല്ലേ, കോൺഗ്രസും BJP-യും കേന്ദ്രത്തിൽ ഒരേ നിലപാടല്ലേ? തമിഴ്നാട്ടിൽ മധുരയിൽ ദിണ്ടുഗല്ലിലൊക്കെ അവരൊരു മുന്നണിയുടെ ഭാഗമായല്ലേ മത്സരിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ വേറൊരാളുമായി മുന്നണി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എന്നാണ് BJP-ക്കാർ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നതല്ല. ഹലോ കേട്ടോ, കഴിഞ്ഞെന്ന് അവര് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90% BJP-ക്കാര് LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത്. ഏകദേശം 70 സ്ഥാനാർത്ഥികൾ നിയമസഭയിൽ ജയിച്ചു വന്ന് കോൺഗ്രസിനെ ഇല്ലാതാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആണെങ്കിലേ സുരേന്ദ്രൻ അകത്താവണ്ടായിരുന്നു, പിണറായി വിജയൻ അകത്താവണ്ടേ, ഇവർ രണ്ടുപേരും അകത്താവത്തുണ്ട്. ഇത് ഇലക്ഷൻ അടിപ്പിച്ചൊരു ഷണ്ടാ. പക്ഷെ എവിടെ ചെന്നാലും അഴിമതിയില്ല കേരളത്തിൽ. ഈ ഡൽഹി മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി അഥവാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലല്ലേ 90% ജനപിന്തുണയുള്ള നേതാവാണ്. കേരളത്തിൽ ഒരു 2% പോലും ജനപിന്തുണ ഇല്ലാത്ത നേതാവാണ് കേരളം ഭരിക്കുന്നത്. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മറ്റൊരു പ്രേക്ഷക കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് ശ്രീമതി ഗീതു ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ഗീതു എന്ത് കരുതുന്നു? ഇത് ഒരു വിശദമായ അന്വേഷണം നടന്ന് യഥാർത്ഥ ആളുകളെ കണ്ടെത്താനുള്ളൊരു നീക്കമാണോ ED നടത്തുന്നത്? ഹലോ സാർ, ഇതിൽ നമുക്ക് യഥാർത്ഥ ആളുകളെ കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതിൽ വളരെ സംശയമുണ്ട്. കാരണം ഇതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഇത്രയും ജനസമ്മതിയുള്ള ഒരു നേതാവ് ഇപ്പോ അവിടെ EDയുടെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇനി അടുത്ത ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ മണ്ടന്മാരാകരുതല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് സ്പീഡപ്പ് ആക്കണമെന്നാണ് നമ്മളുടെ ആവശ്യം. ഇപ്പൊ ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, ഈ അന്വേഷണം വളരെ സ്പീഡിലാക്കണം. ഇനിയും നമ്മൾ വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ ആൾക്കാരൊക്കെ തന്നെ പോണോ വേണ്ടോ എന്ന് ആലോചിക്കണ്ടേ സാറേ? അല്ല നമ്മൾ വീണ്ടും മണ്ടന്മാരായി പറ്റുമോ? അപ്പൊ അതുകൊണ്ട് പെട്ടെന്നാകട്ടെ എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഒരു ശ്രീമതി ഗീതു, നമ്മുടെ ഒരു സംവിധാനം ഇത് ഇപ്പോൾ അന്വേഷിച്ചാലും ഇത് കോടതിയിലെത്തിയാലും ഇത് എത്രയോ കാലങ്ങൾ കഴിഞ്ഞായിരിക്കും ഇതിലൊരു അന്തിമ വിധി ഉണ്ടാകുക. അത് വന്നാൽ തന്നെ അതിന് മുകളിലേക്ക് ശരിയാണ് സാർ, അതിൽ നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇതിനു മുമ്പ് പക്ഷെ ഇപ്രാവശ്യം ഇവർ കാണിക്കുന്ന ഒരു ഊർജ്ജസ്വലത ഉണ്ടല്ലോ, ഒരു മന്ത്രിസഭ മുഴുവനും ഒരുമിച്ച് നിന്ന് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി കാണിക്കുന്ന ഉത്സാഹം. ഇതിനു മുൻപ് നമ്മുടെ പണ്ടത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന നമ്മുടെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ അകത്തുപോയ സമയത്ത് അദ്ദേഹത്തിനുണ്ടായ വിവാദങ്ങളുടെ മുമ്പിലൊന്നും ഇത്രയും തിരക്ക് നമ്മൾ കണ്ടില്ല. കാരണം ഈ തീയില്ലാതെ പോകുകയുണ്ടാവില്ലല്ലോ സാറേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒന്നറിഞ്ഞാൽ കൊള്ളാം. ഇപ്പൊ ബിനീഷ് കോടിയേരി കുറെ കയറി ഇറങ്ങി നടന്ന് ഇപ്പോഴും നമ്മൾ അതിന്റെ നൂലാമാലകളിൽപ്പെട്ട് നടക്കുകയാണ്. അപ്പോ ഇതിന് നമുക്കൊന്ന് അറിയണ്ടേ? പോരാഞ്ഞിട്ട് നമ്മുടെ സഖാവ് റിയാസിന്റെ ഭാര്യയും കൂടെയാണ്. അപ്പൊ നമുക്കൊന്ന് അറിയണം ഇവരൊക്കെ ശുദ്ധരാണോ നമുക്കൊന്ന് അറിയണ്ടേ സാറേ? അതിനുശേഷം നമുക്ക് വോട്ട് ചെയ്യാം. അപ്പൊ എത്രയും പെട്ടെന്ന് നടക്കുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ പ്രതീക്ഷ വളരെ കുറവാണ് സാർ. ഏതായാലും വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ദീപു എന്നൊരു പ്രേക്ഷകൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീ ദീപു എന്ത് ധരിക്കുന്നു? ഇത് സത്യസന്ധമായ ഒരു അന്വേഷണമാണോ, അതോ ഇതും ഒരു പുകമറയാണോ, അതോ ഇനി CPM-ഉം BJP-യും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ ആരോപിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? അതെ, BJP-യും CPM തമ്മിൽ ബന്ധമുള്ളത് കൊണ്ടിട്ടാണ് ദിവസവും രാവിലെ മുഖ്യമന്ത്രിയുടെ മകള് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ED, SFI-യോ നാട്ടിലെ എല്ലാ ഏജൻസികളും വന്ന് പറയുന്നത് CPM-ഉം BJP-യും തമ്മിലുള്ള ബന്ധം കൊണ്ടാണല്ലോ. വിവരക്കേടെന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ 2020 തുടങ്ങിയതല്ലേ ഇവരുടെ ED, CBI, NIA, കസ്റ്റംസ്, ഈന്തപ്പഴത്തിൽ കുരു, ഖുറാനിൽ സ്വർണം, ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം. ഷാർജയില് ബിസിനസ് ആരംഭം ഓടിച്ചിട്ട് ഷാർജ രാജാവിനെ കയറ്റി എവിടെ ക്ലിഫ് ഹൗസിൽ, എന്നിട്ട് അവിടെ ഇരുന്ന് ബിസിനസ് ഉണ്ടാക്കാനായിട്ട്. എന്ത് വിവരക്കേടാണ്! എവിടെയെങ്കിലും ഒരു കുറ്റപത്രത്തിൽ ഒരു തരി സാധനം ഇവർക്ക് കേട്ടാൻ സാധിച്ചോ? അങ്ങനെ കേറ്റാൻ പറ്റാത്തത് കൊണ്ടിട്ടാണ് ഇവർ എവിടെയെങ്കിലും ഇട്ട് പിടിക്കാൻ പറ്റുന്ന നോക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ എന്താ പ്രശ്നം? ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഇതിനകത്തെ ഒരു മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട്, ഇതിനകത്തൊരു പ്രതി എന്ന് അവർ പറയുന്ന ആളെ മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് ഈ അരവിന്ദ് കെജ്രിവാൾ വാങ്ങി എന്ന് പറയുന്നു. ഈ ശരത് ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ആള് BJP-ക്ക് ഇലക്ട്രൽ ബോണ്ടിന് കാശ് കൊടുത്തിരിക്കുക. ഇത് പ്രകാരം ഒരാളെ മാപ്പ് സാക്ഷിയാക്കി ഒരാളെ കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു. ആ ശ്രമിക്കുന്നതിന് എങ്ങനെയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയുക? കുറ്റക്കാരനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത് കോടതിയാണ്. പ്രോസസ് അതാണ് പറയുന്നത്.
ഇവരുടെ പ്രോസസ്, ഇവരുടെ അന്വേഷണമാണ്. ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആകെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ഈ CPM ഇതുവരെ ഈ 1.72 കോടി രൂപ എന്തിന് വാങ്ങിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ CPM വാങ്ങിച്ചതാണോ? അല്ല, അത് അവരുടെ പേരാണല്ലോ. ആരാ വാങ്ങിച്ചത്? ഞാൻ ചോദിക്കട്ടെ, അംബാനി ഒരു 200 കോടി രൂപയുടെ ഒരു സാധനം നടത്തി എന്ന് പറഞ്ഞാൽ അംബാനിയുടെ കാര്യം ന്യൂസ് 18 പോയി ചോദിക്കോ? അല്ല, അംബാനിയുടെ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് ഉണ്ടാവും, അതുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അന്വേഷണം നടക്കുകയല്ലേ. ഈ സ്ഥാപനത്തിന്റെ അഡ്രസ് AKG സെന്റർ അല്ലേ ചോദിക്കുന്നത്? അല്ല, ഈ സ്ഥാപനത്തിന്റെ അതും കൂടി പറയട്ടെ, ഈ സ്ഥാപനത്തിന്റെ അഡ്രസ് AKG സെന്റർ അല്ലേ? AKG സെന്റർ എന്ന് പറഞ്ഞാൽ AKG സെന്ററിന്റെ അപ്പുറത്തുള്ള ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. മാത്രമല്ല, ഇത് ശരിയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ 1.72 കോടി വാങ്ങിച്ചത് എന്തിനാണെന്ന് പറയാനുള്ള, കേരളത്തോട് പറയാനുള്ള ഒരു ബാധ്യത ഒരു ബാധ്യതയും ഇൻഡിവിജ്വൽ എന്ന രീതിക്ക് അവർക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് കണ്ടുവരട്ടെ. മാത്രമല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഈ കോൺഗ്രസും പറയുന്നത് എന്താണ്, ഇവിടെ BJPയും CPM തമ്മിൽ ബന്ധമാണ്. എന്തിനാണ് കോൺഗ്രസിന്റെ മരുമോനായിട്ടുള്ള ഈ റോബർട്ട് വധേര 170 കോടി ഇലക്ട്രൽ ബോണ്ടായിട്ട് BJPക്ക് കൊടുത്തത്? എന്തിനായിരുന്നു BJPയെ പരിപോഷിക്കാൻ? ആ പൈസ ഈ പറയുന്ന നമ്മുടെ സതീശന് കൊടുത്തിരുന്നെങ്കിൽ സതീശന് പിച്ചച്ചട്ടി എടുത്ത് തെണ്ടണ്ടി വരുമായിരുന്നു. നാരങ്ങ വെള്ളം കുടിക്കാൻ കാശില്ലെന്നാ പറയുന്നവന്മാര്. അപ്പൊ അങ്ങനെ എടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കാം, ഈ കോൺഗ്രസ്സുകാർ ഈ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്, എവിടെയാണ് ഈ 2G സ്പെക്ട്രം അഴിമതിയുടെ അന്വേഷണം എവിടം വരെ എത്തി? ഈ പറയുന്ന കൽക്കരി കുംഭകോണത്തിന്റെ സർക്കാർ വരുന്നതിന് മുന്നേ കോമൺവെൽത്ത് ഗെയിംസിന്റെ അഴിമതി എവിടെ എത്തി? എവിടെയാണ് ഈ കോൺഗ്രസും ഈ അമ്മയും മോനും കൂടെ ഒരു ദിവസം മോഡിയെ കാണാൻ പോയി, ഒരു ദിവസം മൊത്തം അവരുടെ ഓഫീസിൽ ഇരുന്നല്ലോ, ഇതെല്ലാം സെറ്റിൽ ചെയ്തല്ലോ. അപ്പൊ ആരുമായിട്ടാണ് ഇവർക്ക് ബന്ധമുള്ളത്? എന്നിട്ട് വന്നിരുന്ന് പറയാണ് ദിവസം ഓരോ ദിവസവും CPM-നെതിരെ കേസിട്ടുകൊണ്ട് CPM-ഉം BJPയും തമ്മിലാണ് ബന്ധമെന്ന്. ഇവർ കണ്ടുപിടിക്കാൻ കാലെണ്ണയുടെ കാലിഞ്ച് സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവര് വേറെ വഴി പോകുന്നു, ആ വഴി പോകുന്നു, ഇപ്പൊ പിടിക്കും, അവിടെ പിടിക്കും, ഇപ്പൊ പിടിച്ചു. മറ്റൊരു പ്രേക്ഷകൻ കൂടി കാത്തു നിൽക്കുന്നുകൊണ്ടാണ്, എനിക്കൊരു ഇടവേളയും അനിവാര്യമായതുകൊണ്ടാണ്. വളരെ നന്ദി ഈ പ്രതികരണത്തിന്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേർന്നു. രാജൻ, ശ്രീ രാജൻ, ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. പെട്ടെന്ന് ചുരുങ്ങിയ വാക്കുകളിൽ അങ്ങക്ക് എന്ത് തോന്നുന്നു? ഈ അന്വേഷണം ശരിയായ ദിശയിലാണോ? സാറേ, എനിക്കൊരു ദുഃഖം പറയാനുള്ളത്, എന്താണ് ദുഃഖമാണോ? അതെ, വീണയെ അറസ്റ്റ് ചെയ്ത് അന്ന് വൈകുന്നേരം സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുക. കേരള പോലീസ് സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് വയനാട്ടിൽ മത്സരിക്കുക. കാരണം 30 കോടി രൂപ ഇലക്ഷന് വേണ്ടി കൊണ്ടുവന്ന. ഞാൻ ചോദിക്കുന്നത് അതെന്താ, നിങ്ങൾ ഇതുവരെ അതൊന്നും ശരിയായ രീതിയിൽ അന്വേഷിക്കാത്ത എന്താ ഈ സർക്കാർ? അതിന്റെ തെളിവെല്ലാം ഉണ്ട് സാറേ. എല്ലാം തെളിവുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയെ ഇങ്ങനെയായി? നിങ്ങളിത് കുറെ കാലമായി ഞാൻ ഈ പൊതുവേദിയിൽ കേൾക്കാൻ തുടങ്ങി. ഇടത് ആളുകളാണ് പറയുന്നത് സുരേന്ദ്രൻ ഇങ്ങനെ കള്ളപ്പണം. അല്ല, ഞാൻ കേൾക്കില്ല. ഞാൻ കേൾക്കണമെങ്കിൽ നിങ്ങൾ നടപടി എടുക്കണം. നിങ്ങളുടെ കയ്യിലെ പോലീസ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നത് ഒറ്റ വരിയിൽ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. CK ജാനുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ട്, സുരേന്ദ്രന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് തെളിവുണ്ട്, തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം വന്നതിന്റെ തെളിവുണ്ട്. നിങ്ങളുടെ നടപടി എവിടെ? ഈ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നതിനാ? ഇത് അന്വേഷിക്കാൻ ഈ സംസ്ഥാനത്ത് ഒരു ഏജൻസി ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. ഈ രാഷ്ട്രീയ നേതാക്കൾ പരസ്പരം ആരോപണം ഉന്നയിക്കുകയല്ലാതെ ഇതിന്റെ ഒരു ഫലവും കാണുന്നില്ല. അതാണ് എന്നെ അതിശയപ്പെടുത്തുന്നത്. കേട്ടോളൂ സാറേ, അപ്പോ ഇതിന്റെ ഈ വീണ അറസ്റ്റ് ചെയ്യുന്നതിന്റെ വൈകുന്നേരം സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്താൽ അത് വലിയൊരു ഇതായിരിക്കും. കേരളത്തിലെ BJPയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫുൾ തെളിവോടെ നമ്മുടെ കേരള വിജിലൻസ് ക്രൈംബ്രാഞ്ചും കൂടെ ചേർന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് വളരെ കഷ്ടകരമായ ഒരു സംഗതിയാണ്. ഞാൻ അതോർത്താണ് ദുഃഖിച്ചിരിക്കുന്നത്. പിന്നെ BJP എന്ന് പറഞ്ഞ പാർട്ടി വളരെ നല്ല പാർട്ടിയാണ്. കാരണം ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ കള്ള ബോണ്ട് ഇഷ്യൂ ചെയ്ത് കള്ളപ്പണം സ്വരൂപിച്ച് 7000 കോടി ഈ ED എപ്പോഴാണ് അവരെ അന്വേഷിക്കുന്നത് പറയണം സാറേ, പ്ലീസ്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ BJP അധികാരത്തിനില്ലാത്ത സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ, അവിടെ എന്തുകൊണ്ട് സമാനമായ രീതിയിൽ തിരിച്ചടിക്കാൻ നിങ്ങൾ കഴിയുന്നില്ല? ഇപ്പം ഞാൻ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയ ഒരാളാണ്. അന്ന് കോൺഗ്രസിൻ്റെ വലിയ ആക്ഷേപമായിരുന്നു 40% സർക്കാർ, 40% കമ്മീഷൻ. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ കർണാടക സർക്കാർ ഇരിക്കുകയല്ലേ, എന്താ പിടിച്ചകത്തിടാത്തത്? നിങ്ങളുടെ കയ്യിൽ കേരള സർക്കാർ ഇരിക്കുകയല്ലേ, എന്താ പിടിച്ചകത്തിടാത്തത്? അത് നിങ്ങൾ BJPക്കാരെ കണ്ടുപഠിക്കണം. അവർ നിങ്ങളെ അകത്തിടുന്നുണ്ട്, നിങ്ങളും തിരിച്ചകത്തിടണം. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെങ്കിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ, കേരളത്തിൽ, കർണാടകയിൽ, തെലുങ്കാനയിൽ ഒക്കെ നിങ്ങൾ സമാനമായ രീതിയിൽ നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കണം.
ശരി, ഏതായാലും ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. വളരെ നന്ദി ശ്രീരാജൻ, വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്യും. തുടർന്നും വിളിക്കണം. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക്, ഷോർട്ട് ബ്രേക്ക്. പൊതുവേദി തുടരുന്നു. ഒരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്, ശ്രീ സുരേന്ദ്രൻ. ശ്രീ സുരേന്ദ്രൻ, തൃശ്ശൂർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം സാറേ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത് സാറേ. തൃശ്ശൂർ എവിടെ നിന്ന്? തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി. ഞാൻ ഒരു സ്ഥിരമായൊരു സുരേന്ദ്രൻ നമ്മുടെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട്, അപ്പോൾ അദ്ദേഹം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തിയതാണ്. യെസ്. എന്ത് തോന്നുന്നു ശ്രീ സുരേന്ദ്രന്? ഈ കേസ് അന്വേഷിച്ച് മാസപ്പടിയിൽ തെളിവ് കൊണ്ടുവരുമെന്നാണോ ശ്രീ സുരേന്ദ്രൻ കരുതുന്നത്? അതോ സംശയം, ഈ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലാന്നാണ് എന്റെ അറിവ്. SFIക്ക് 8 മാസം കൊണ്ട് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ ചോദിച്ചതിനുള്ള മറുപടി അതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്രയധികം സമയം കൊടുത്തിട്ട് ഇത്ര സമയത്തിനുള്ളിൽ SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നും ED കയറി വരിക എന്ന് പറയുന്നത്. പക്ഷെ അതിൽ തെറ്റില്ലെന്നല്ലേ കോടതി പറഞ്ഞത്? ഇത് കേസായി പോയതല്ലേ കോടതിയുടെ മുന്നിലേക്ക്? നമുക്കിപ്പോ അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റുമോ? അല്ല, ED ഇത്രയും അന്വേഷണ മികവുള്ള നമ്മുടെ SFI ആണെങ്കിൽ അവർക്ക് 8 മാസം കൊടുത്തിട്ട് അവരന്വേഷിക്കുന്നത് വേറെ വിഷയങ്ങളാണ്. EDക്ക് അന്വേഷിക്കാനുള്ളത് കള്ളപ്പണം വെളുപ്പിക്കലിനെ സംബന്ധിച്ചുള്ള മണി ലോണ്ടറിംഗ് അല്ലേ? കള്ളപ്പണം ഇടപാടിന് SFI ആണ് കൊടുത്തത് റിപ്പോർട്ട്. SFI കൊടുത്തു എന്നല്ലേ പറയുന്നത്. SFI കൊടുത്ത റിപ്പോർട്ടുമ്പോഴാണ് അവർ പറയണത്. അല്ലാണ്ട് അതിന് മുന്നേ അന്വേഷിച്ചിട്ട് ഇവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ED ഇതിന് മുന്നേ 2020 അത്രയോ ഇതിന് മുന്നേ ഇതിൽ അന്വേഷണം നടത്തിയതാന്ന് പറയുന്നു. അപ്പൊ SFI അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുന്നേ ED വന്നു. അപ്പൊ ED ഇതിന് മുന്നേ വരാമെന്ന് ഇതേമാതിരി തന്നെ കുറെ കേസുകളുണ്ട്. ഇപ്പൊ കരിമന്നൂർ അവർ പെട്ടെന്ന് വന്നു. എന്തുകൊണ്ട് കൊടകര കുഴൽപ്പണത്തെ കേസിൽ അവർ വന്നില്ല? അത് സാർ നേരത്തെ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കുന്നില്ല എന്ന്. കാരണം കള്ളപ്പണം അന്വേഷിക്കേണ്ടത് ED ആണ്. ED കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണ്. സുരേന്ദ്രനൊക്കെ ജയിലിൽ പോകും. അല്ലാതെ ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ ഒരു സംവിധാനവും ഇല്ലേ? പണം കൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തിയ പണം കൊണ്ട് നടന്നാൽ ഇല്ലേ? സാറിനറിയില്ല, ഇപ്പൊ കേരളത്തിൽ അങ്ങനെ കേരളത്തിൽ പണം കൊണ്ട് നടക്കാൻ ഒരു തടസ്സവുമില്ലേ? ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി മാനദണ്ഡം നൽകിയിട്ടുണ്ട്. പണം അല്ല, ക്രൈംബ്രാഞ്ചിന് അങ്ങനെ എടുക്കാനായിട്ട് ഈ കള്ളപ്പണ കേസിന്റെ ബാക്കി ഭാഗം കണ്ടുപിടിക്കും, പണം എവിടെ പോയെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ED ആണ്. ED വന്നില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇവിടെ നടക്കുന്ന അല്ലാതെ ഈ പണം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഉപയോഗിച്ചതാണോ എന്തിനാണെന്നുള്ള ഒരു ധാരണ ഉണ്ടാവില്ലേ? ഇത് കള്ളപ്പണമാണെങ്കിലും ഇത് വെളുപ്പിക്കാൻ കൊണ്ടുവന്നതാണെങ്കിലും ഇത് എങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു ക്രിമിനൽ കേസ് എടുക്കാമല്ലോ. അങ്ങനെയാണല്ലോ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അതാണ് കൂടി എനിക്ക് കൂടി അറിയേണ്ടത്. ക്രൈംബ്രാഞ്ച് കേസ് എടുത്തല്ലോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? അത് തട്ടിയെടുത്തു എന്ന് പറഞ്ഞതിന്റെ സംഭവങ്ങൾ എവിടെ എത്തി? ഇതിപ്പോ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന് ചെയ്യാം. ഒരു സാക്ഷിനെ ഉണ്ടാക്കി, ഒരു സാക്ഷിമൊഴി ഉണ്ടാക്കി സുരേന്ദ്രനെ കുറച്ച് ദിവസം ജയിലിടാം. ഇവർ ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനെയാണ്. ഏതായാലും ശ്രീ സുരേന്ദ്രൻ, ഇത് സമയം അതിക്രമിച്ചത് കൊണ്ടാണ്. വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. മാസപ്പടി കേസിൽ ED അന്വേഷണം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. അതിൽ 37% ആളുകൾ ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന നിലപാടെടുക്കുന്നു. അതേസമയം 63% ആളുകൾ അല്ല, ഇത് യഥാർത്ഥമായ അന്വേഷണമാണ് എന്ന് വിലയിരുത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി. ബാലൻ, VM